അപ്പോൾ നേരത്തെ നമ്മളൊരു 800 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും ലോ ബഡ്ജറ്റ് കാർ എന്ന് വിചാരിച്ചത്. അതല്ല, നിങ്ങൾക്കൊരു കാർ സ്വന്തമാക്കി ഒരു 40,000 കൊണ്ടുപോകാൻ പറ്റും അല്ലേ? നാനോ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2016 ഹോണ്ട ജാസ് പെട്രോൾ മാനുവൽ വണ്ടി 4,400 വാങ്ങിക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. എന്തായാലും നല്ല അഫോർഡബിൾ പ്രൈസ് ആണല്ലേ? അപ്പൊ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ ഓട്ടോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയുള്ള ആദ്യത്തെ പ്രീ ഓൺഡ് കാർ ഷോറൂമായ ഓട്ടോജംസിലാണ്. ഓട്ടോജംസിന്റെ ലൊക്കേഷൻ വരുന്നത് കൊയിലാണ്ടി അരങ്ങാടത്ത് ചെങ്ങോട്ടുകാവ് ഓവർബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ്. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ റീസണബിൾ പ്രൈസിലാണ് ഇവിടുന്ന് വണ്ടികളൊക്കെ കൊടുക്കുന്നത്. അതുകൂടാതെ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഓഫേഴ്സും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ഏരിയയിലുള്ളവർക്ക് കോഴിക്കോട് പോവാതെ തന്നെ റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ഇവിടെ വന്നിട്ട് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ പുതിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെ കൂടെ ഇന്ന് വീഡിയോയിലുള്ളത് ഉജ്ജൽ ആണ്. അപ്പോൾ വെൽക്കം ഉജ്ജൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിസാൻ മാഗ്നറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2022 നിസാൻ മാഗ്നറ്റ് ടർബോ ആണ്. CVT ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് 100% ലോൺ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ ചോദിക്കുന്ന വില 7,75. ഓക്കെ, 7,75 ഈ നിസാൻ മാഗ്നറ്റ്. ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടാല് കുറച്ചുകൂടി പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ഫുൾ കണ്ടീഷൻ വണ്ടി, കമ്പനി സർവീസ് ഉണ്ട്. അപ്പൊ അടുത്തതൊരു ഹുണ്ടായ് i20 അല്ലേ? എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 56 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. ഓക്കെ, 2018 മോഡൽ. ഓക്കെ, ചോദിക്കുന്ന വില 5,50,000. 5,50,000. ചെറിയ നെഗോഷ്യബിൾ ചെയ്യാം. ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ കണ്ടിഷ്ടപ്പെട്ട നെഗോഷ്യബിൾ റേറ്റിൽ നമുക്ക്. ഓക്കെ, അങ്ങനെ ലോൺ സൗകര്യം 100% ലോൺ കിട്ടും. അതായത് 0 പേയ്മെന്റ് വണ്ടി എടുക്കാം. ഓക്കെ, സിവിൽ സ്കോറിലാണെങ്കിൽ എടുക്കാം. അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ സ്കോർ ചെക്ക് ചെയ്തിട്ട് ഫുൾ ലോണിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തതൊരു വാഗ്നർ അല്ലേ? ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് വാഗ്നർ ആണ്. ഇയർ 2018 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വാഗ്നർ. ഓക്കെ, പിന്നെ ഇത് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, 72,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആയാലും 72,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ചോദിക്കുന്ന വില 4 ലക്ഷം. അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടാല് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ന്യൂ ഇയറിന്റെ ഓഫർ ഒക്കെ നടക്കുന്നുണ്ട്. പുതുതായിട്ട് തുറന്നതാണ് അല്ലെ? അപ്പൊ അതിന്റേതായ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഉള്ളിലത്തെ കണ്ടീഷൻസ് ഒക്കെ ഫുൾ നല്ല വണ്ടിയാണ്. ഓക്കെ, പെട്രോളോ ഡീസൽ? പെട്രോൾ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോലെ. ഓക്കെ, അപ്പൊ അടുത്തൊരു മാരുതി 800 ചെറിയൊരു വണ്ടി നമുക്ക് നോക്കാം. അപ്പൊ പഠിക്കുന്നവർക്ക് അല്ലെ, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക്, ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു പ്രാക്ടീസ് ആവാൻ വേണ്ടിട്ട് ഇതിന് കൊടുക്കുന്ന വില എന്താ? ഫസ്റ്റ് 70,000 നമുക്കൊരു കാർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. കണ്ടീഷൻസ് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ. ഓക്കെ, തേർഡ് ഓണറിൽ 70,000 ഒരു കുഞ്ഞ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. കിലോമീറ്റേഴ്സ് ഒക്കെ അപ്പോ 45,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, 45,000 മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. 75,000 ഒരു ചെറിയൊരു വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇയർ ഏതാ വരുന്നത്? 2011 ഡീസൽ വണ്ടിയാണ്. 130 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്വിഫ്റ്റ് അല്ല, സോറി, ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? അതിനാണല്ലോ ഹൈലൈറ്റ്. 20 മുകളിൽ മൈലേജ് കിട്ടും. 20 മേലെ കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന വില 290 ചോദിക്കുന്നത്. 290 ഒരു ഡീസൽ വണ്ടി അല്ലേ? അതെ, 20-22 മൈലേജ് കിട്ടും. ഓക്കെ, പിന്നെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വണ്ടി കുഴപ്പമില്ല. തേർഡ് ഓണർ ആണ്. ഓക്കെ, ഇന്റീരിയർ ഒക്കെ പക്ക അല്ലേ? നല്ല ക്ലീൻ ആണ്. ഓക്കെ, പിന്നെ ടയർ ഏവറേജ് ടയർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ലോൺ സൗകര്യം കിട്ടുന്നുണ്ടോ? ലോൺ സൗകര്യം കിട്ടും. ഒരു 1.25 ലക്ഷം ലോൺ കിട്ടും. 1.25 ലക്ഷം ലോൺ. ഇപ്പൊ എത്രയാണ് എമൗണ്ട് പറഞ്ഞത്? 290 ഒരു 1.25 ലക്ഷം ഒക്കെ നമുക്ക് ലോൺ സൗകര്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ല മൈലേജ് ഉള്ള ഒരു ഡീസൽ വണ്ടിയാണ്. അപ്പൊ വേണ്ടുന്നവരല്ലേ, ഇത് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നല്ല മൈലേജ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ആവശ്യക്കാരും കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തൊരു ടാറ്റ നാനോ, പേര് പോലെ തന്നെ ഒരു ചെറിയ വണ്ടി. ഓക്കെ, ഇതെപ്പോഴാ? 2012 മോഡലാണ്. 14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2029 പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ വണ്ടി. പിന്നെ നമുക്ക് എത്ര പ്രൈസിന് കൊടുക്കാൻ പറ്റും? ചെറിയ വണ്ടി ആയതുകൊണ്ട്. അതെ, നമുക്ക് സ്കൂട്ടറിന്റെ പൈസ കൊടുക്കും. 40 രൂപ വണ്ടി കൊടുക്കാം.
അതൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ കൊടുക്കുന്ന വിലക്ക് സെക്കൻഡ് ഹാൻഡ് കാർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നേരത്തെ നമ്മളൊരു 800 കണ്ടപ്പോ ഞാൻ ചോദിച്ചാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും ലോ ബഡ്ജറ്റ് കാർ എന്ന് വിചാരിച്ചു. അതല്ല, നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കി ഒരു 40,000 കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എടുത്ത് നമുക്ക് 2 ആക്കേ പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഒരു 5 ആക്കൊക്കെ പോണ്ടിക്കില് സ്കൂട്ടറിൽ പോകുന്നതിന് വരെ കുറച്ചുകൂടി സേഫ് ആയിട്ടല്ലേ, സ്കൂട്ടറിനേക്കാൾ സേഫ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ പോകാൻ പറ്റും. 40,000 മാത്രമാണ് ചോദിക്കുന്ന വില. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ ആണോ? സെക്കൻഡ് ഓണറിൽ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്തൊരു പ്രീമിയം വണ്ടി, ഒരു ബജറ്റ് വണ്ടികളാണ് ഇപ്പം കണ്ടത്. അപ്പൊ അതിലൊരു പ്രീമിയം വണ്ടിയാണ്. ഓക്കെ, ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. സിയാസ് സീറ്റ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 130 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. ഞാൻ ചോദിക്കുന്ന വില 550. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 550. 100% ലോൺ കിട്ടും. 100% ലോൺ. ഓക്കെ, അപ്പൊ 100% ലോൺ, അത് 550 ലോണിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ. പിന്നെ ഉള്ളിലെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ, അപ്പൊ മൈലേജ് എത്ര കിട്ടും ഈ വണ്ടിക്ക്? മൈലേജ് 18. ഓക്കെ, അത്യാവശ്യം മൈലേജും ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഓൾട്ടോ അല്ലേ, പൊതുവെ അറിയപ്പെടുന്നത് സാധാരണക്കാരന്റെ വാഹനം അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ? ഇത് 2008 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 86 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2008 ആണ് സിംഗിൾ ഓണർഷിപ്പ്. 2028 വരെ പേപ്പർ ഉണ്ട് വണ്ടി. ഓക്കെ, റണ്ണിംഗ് കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞേ? ഇത് 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ. പിന്നെ എങ്ങനെ ഉള്ളില് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ചോദിക്കുന്ന വില 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപക്ക് ഫസ്റ്റ് ഓണർ വണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു വണ്ടി. അപ്പൊ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞത് മൈലേജ് ആയിരിക്കും അല്ലെ. അപ്പൊ 18-20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും ഇതിന്. ഇപ്പൊ 2008 മോഡല് ഓൾട്ടോ 2028 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 1 ലക്ഷം രൂപക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അടുത്തത് റിറ്റ്സ് അല്ലെ, അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ? റിറ്റ്സ് VDI 2012 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 120 ഓടിയുണ്ട്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ വണ്ടിയാണ്. ഇപ്പൊ ഡീസൽ ആവുമ്പോ അതിന്റെ ഇത് മൈലേജ് 22 മൈലേജ് കിട്ടുന്ന ഒരു അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു. എത്ര ചോദിക്കുന്ന പ്രൈസ്? 280. ഇപ്പൊ 280 ഒരു ഡീസൽ വണ്ടി അല്ലെ, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഡിമാൻഡ് ഉള്ള റിറ്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ആവശ്യമുള്ളവരെ നമ്മൾ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉജ്ജ്വലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോ കൂടുതൽ അറിയണ്ടിക്കില്ല അല്ലെ, അതൊക്കെ ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു ഹോണ്ട ജാസ് അല്ലേ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? പെട്രോൾ 2016 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. പ്രീമിയം വെഹിക്കിൾ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000. ഓക്കെ, പിന്നെ ഇതിന്റെ മൈലേജ് എങ്ങനെ? മൈലേജ് 18 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. 18 വരെ മൈലേജ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ചോദിക്കുന്ന വില 4,400. ഇപ്പൊ 2016 ഹോണ്ട ജാസ് പെട്രോൾ മാനുവൽ വണ്ടി 4,400 വാങ്ങിക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. എന്തായാലും നല്ല അഫോർഡബിൾ പ്രൈസ് ആണല്ലേ. അപ്പൊ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണ്, ഏറ്റവും ഡിമാൻഡ് ഉള്ള വണ്ടി അല്ലെ. ബൂസ്റ്റ് കാറിൽ തന്നെയുള്ള രാജാവാണെന്ന് പറയുന്നത്. അത്രയും ഡിമാൻഡ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും. ഇത് 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. VXD എറ്റിയോസ് ലീവ VXD ഡീസൽ 90 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90,000 കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വെറും 90 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ. 25 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 25 വരെ കിട്ടും. ഇവിടെ ഇന്നത്തെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി അല്ലെ. അപ്പൊ എല്ലാവരും മൈലേജ് നോക്കുന്നവർക്കും ലുക്ക് നോക്കുന്നവർക്കും അല്ലെ. അത്യാവശ്യം നല്ല ലുക്കിൽ വൈറ്റ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോ ടൊയോട്ടന്റെ വണ്ടിയാണ്. ഓക്കെ, ഉള്ളിലെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാം. ഫുൾ സീറ്റ് എല്ലാം നല്ല അടിപൊളി പെർഫെക്ഷനുള്ള വണ്ടിയാണ്. ഓക്കെ, ഡീസലും ആണ്. ഡീസൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന വില എന്താണ് ഇത്രയുള്ള വണ്ടിക്ക്? 775. ഓക്കെ, ഇപ്പൊ 775 ആണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്, വന്നിട്ട് നോക്കാം. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.